ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും അസമാധാനം, അശാന്തി. പ്രത്യാശയ്ക്ക് വക നൽകുന്ന ഒന്നും ലോകത്തിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്നില്ല. ദുഷ്ടതകളും അതിക്രമങ്ങളും നിറഞ്ഞ ചുറ്റുപാട്, അനീതിയും അസഹിഷ്ണുതയും ക്രൂരതകളും കളം നിറഞ്ഞാടുന്നു. മയക്കുമരുന്നിനും മദ്യത്തിനും കലഹങ്ങൾക്കും അടിമയായി ഭാവി നഷ്ടപ്പെട്ട്, ബോധം നഷ്ടപ്പെട്ട് നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറ. വിദ്യ സ്വായത്തമാക്കേണ്ട വിദ്യാലയങ്ങളെ മയക്കുമരുന്നും മദ്യപാനവും മറ്റും കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ബന്ധങ്ങൾക്കോ സാഹോദര്യത്തിനോ ഒരു വിലയും നൽകാത്ത ഒരു തലമുറ. ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന വിശ്വാസ സമൂഹത്തിൽ നിന്നുപോലും ദൈവസ്നേഹവും സഹിഷ്ണുതയും കൈമോശം വന്നിരിക്കുന്നു. എങ്ങോട്ടാണ് നമ്മുടെ ഈ തലമുറയുടെ യാത്ര? ഈ തലമുറയെക്കുറിച്ച് വചനം പറയുന്നു, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷണക്കാരും വാത്സല്യമില്ലാത്തവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാത്തവരായി മാറും. ഇതുതന്നെയല്ലേ ഇന്നത്തെ ലോകം? നമുക്ക് ചുറ്റും കണ്ണോടിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് ഒരു പ്രത്യാശയുടെ അവസ്ഥയിലേക്ക് നമ്മെ പിടിച്ചു കയറ്റുവാൻ ആർക്കാണ് കഴിയുക? ദബാം സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് വിനയപൂർവം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒരു ചെറിയ ചിത്രീകരണം. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്, ഹോപ്പ്ലെസ്നെസ് ടു എ ലിവിംഗ് ഹോപ്പ്. ഹലോ അമ്മേ. എന്തായി മോനെ, റെഡി ആയോ? റെഡി ആകുന്നു, ടൈമായി. പ്രാർത്ഥിച്ചിട്ട് പോണേ. ഓക്കെ. അതെ, പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ആ അതുപോലെ നമ്മുടെ തോമസ് അങ്കിളിൻ്റെ മോള് അവിടെ പ്രെയർ ഗ്രൂപ്പിൻ്റെ സ്റ്റുഡൻറ് ലീഡറാണെന്നാണ് കേട്ടെ. അതൊന്ന് അന്വേഷിക്കണം. അവരുടെ കൂടെ പ്രെയർ മീറ്റിങ്ങിനൊക്കെ പോകണേ. ആ ശരി, പോകാം. അവിടെ റാഗിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് കേട്ടെ. എന്നാലും മോൻ സൂക്ഷിക്കണം കേട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണേടാ. ശരി മമ്മി. പപ്പ ഡ്യൂട്ടിക്ക് പോയോ? പപ്പ പോയി. അറിയാലോ കമ്പനിയിലെ പ്രശ്നങ്ങളെല്ലാം. അവിടെ ഒത്തിരി വർക്ക് ലോഡാ, പാവം. ഓക്കെ അമ്മേ, ടൈമായി. ബൈ ബൈ. ഓക്കെ ബൈ. എടി എടി അവിടെ സീനിയേഴ്സ് ആണെന്ന് തോന്നുന്നടി. എനിക്ക് പേടിയാവുന്നടി. പിന്നെ അവരെന്താ നമ്മളെ പിടിച്ചു തിന്നോ? ഇങ്ങോട്ട് വാടി. ഹലോ, ഇങ്ങോട്ട് വാ മുത്തുമണികളെ. ചോദിക്കട്ടെ, മക്കളെ പേരെന്തര്? മഞ്ജു. ചക്കരെ, നിന്റെ പേരെന്താ മക്കളെ? ലിയ സൂസൻ ഫ്രാൻസിസ്. അടിപൊളി. കുടുംബക്കാർ മൊത്തം ഉണ്ടല്ലോ മോളെ. ഓക്കെ, ഏതാ കോഴ്സ്? ബികോം. ആഹാ, എന്നാ അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ എന്ന് പറ കേക്കട്ടെ. അത് ചേട്ടാ ഒന്ന് പെട്ടെന്ന് പറവച്ചേ. അക്കൗണ്ടൻസി ഇസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈ. അയ്യോ ചേട്ടാ, മറന്നുപോയി. ആഹാ, കൊള്ളാലോ. എന്നാ മോളൊരു കാര്യം ചെയ്യ്, നാളെ ഒരു 10 വട്ടം എഴുതിക്കൊണ്ടു വാ. ഓക്കെ ചേട്ടന്മാരെ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. എങ്ങോട്ട്? ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോയാ മതി. അയ്യോ,
എനിക്ക് പാട്ടൊന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ABCD സോങ് അറിയോ? അത് രണ്ടുപേരും ഉറക്കെ പാടി പൊക്കോ. ഞങ്ങൾക്ക് ഇവിടുന്ന് കേൾക്കണം കേട്ടാ. ABCDEFG HIJK LMNOP. cos x theta is equal to sin x theta minus. എടാ ചേർക്ക ഇവിടെ പാടാ. അയ്യോ അതിന്റെ തീറ്റ. തീറ്റയാ? നിനക്ക് തീറ്റ തരാടാ. ഇവിടെ പാടാ, ഇവിടെ പാടാ. നിനക്ക് എന്ത് തീറ്റയാടാ വേണ്ടേ? പൊറോട്ടയും ബീഫും. അല്ലടാ, നിനക്കൊരു കുലിക്ക സൗഹൃദം കൂടെ മേടിച്ചു തരാം. ഇതാടാ, നിന്റെ പേരെന്താ? ഫെഡറിക്. ഫെഡറിക്ക്? നിങ്ങൾ സീനിയേഴ്സ് അല്ലേ? എന്താടാ കണ്ടിട്ട് മനസ്സിലായില്ലേ? അയ്യോ എന്റെ മാമൻ നിങ്ങളെ കുറിച്ച് റാഗിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്നും ചെയ്യരുത് ചേട്ടന്മാരെ. ഇവിടെ പാടാ, ഇവിടെ പാടാ. നിന്നെ ഞങ്ങൾ പിടിച്ച് തിന്നാ. എന്തിനാ കരയുന്നേ? കരയൊന്നും വേണ്ട കേട്ടോ. നീ ഇത് വെച്ചോ. നീ വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടാ. എന്തിനാടാ അവന് കൊടുത്തത്? നമുക്ക് കസ്റ്റമേഴ്സ് വേണ്ടേ? അത് നോക്കാൻ വീണ്ടും വരും. ഹേ ഷാദ, വാട്ട് ഈസ് ദിസ് ബ്രോ? ഹലോ, എന്താ മോനെ, നീ അവിടെ ഗതവാരി എറിയുന്നല്ലോ. അല്ല ബ്രോ, എനിക്ക് മലയാളം അത്രയും പിടിയില്ല. ഓ, മോൻ NRA ആണല്ലേ? അതെ ഏട്ടാ. ഓക്കെ, ഇത് ഇങ്ങനെയാണ് വായിക്കുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ. നവാ ഗദാ ഗദ. ഓ, ഈ നാക്കിൻ്റെ ഇടയ്ക്ക് ആരാടാ ഈ ഗത കൊണ്ടുവച്ചത്? ഡാ, ഒന്നിങ്ങോട്ട് വാടാ, ഇതൊന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തേ. എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. എന്തോ ആടേ? നവാഗതർക്ക് സ്വാഗതം, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ, നവാഗതർക്ക് സ്വാഗതം. ഓക്കെ. ഷേ, എന്താ ബ്രോ, വെൽക്കം ന്യൂ കമേഴ്സ് എന്ന് എഴുതി വെച്ചാ പോരെ ബ്രോ? ഇവിടെ ഇങ്ങനെയാണ് ബ്രോ. ഓ, അടിപൊളി വാച്ചൊക്കെയാണല്ലോ. റാഡോടെയാ? ആ, അപ്പൊ നിന്റെ അല്ലല്ലേ? യു ആർ ഫണ്ണി. ഞാൻ ബെന്നി, ഹെവൻ സണ്ണി. അപ്പോൾ ഈ ചേട്ടനോ? അവൻ കിണ്ണി. അയ്യോ അല്ല, ഉണ്ണി. അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താടാ? എൻ്റെ പേര് ജോൺ. ജോൺ? ആ ജോണേ, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളെ സമീപിച്ചാൽ മതി. ഓക്കെ, ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ട്. മോനെ, എന്തിനും നിരന്തരം ഞങ്ങളുണ്ട്. ഓക്കെ ഓക്കെ ചേട്ടന്മാരെ, എന്നാ ഞാൻ അങ്ങോട്ട്. ഓക്കെടാ, നമുക്ക് പോടാ. ജോൺ അല്ലേ? അതെ, എന്നെ എങ്ങനെ അറിയും? ഞാൻ ഫേവ. ഓ, മനസ്സിലായി. തോമസ് അങ്കിളുടെ മകളാണല്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിനെ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ജോൺ പ്രെയർ മീറ്റിംഗിന് വരണം. ആ ഓക്കെ, ഷുവർ, ഞാൻ വരാം കേട്ടോ. എപ്പോഴാ പ്രെയർ മീറ്റിംഗ്? പ്രേയർ മീറ്റിംഗ് എവറി ഫ്രൈഡേ ലഞ്ചിന് ശേഷമാണ് കേട്ടോ. ബൈ ജോൺ, ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. ബൈ. ജോൺ? ആരാ? മോനെ ജോൺ. ഹു ആർ യു? ഞാൻ നിന്റെ മനസ്സ്. എന്താണ് നിനക്ക് പറ്റിയത്? നീ ആകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. ഐ എം കൺഫ്യൂസ്ഡ് മാൻ. ഞാൻ കാണാത്ത, എനിക്ക് പരിചയമില്ലാത്തൊരു ലോകമാണിത്. I want to enjoy. I cannot be like this anymore. എനിക്കൊന്ന് ആഘോഷിക്കണം, എനിക്കൊന്ന് ആനന്ദിക്കണം. I want to explore the world, man. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നീ വഴിതെറ്റിയാൽ എന്റെ സമാധാനം പോയി പോകും. എന്റെ പ്രത്യാശ
അതെനിക്ക് നഷ്ടമാക്കാൻ കഴിയില്ല. തകർന്നു തരിപ്പണമായ നിന്റെ ഈ മനസ്സിനെ നിനക്ക് തിരിച്ചു പിടിക്കാനാവില്ല ജോൺ. ഹേ മനസ്സേ, അടങ്ങ് നീ തകരണം. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതം എനിക്കൊന്ന് ആസ്വദിക്കാൻ സാധിക്കും. അതെ ജോൺ, നിന്റെ തീരുമാനമാണ് ശരി. കാലങ്ങളായി നീ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയെ പോലെയായിരുന്നു. ഇനി നീ പാറി പറക്കാൻ പോകുകയാണ്. ഈ ലോക സുഖഭോഗങ്ങൾ നിന്നെ മാടി വിളിക്കുന്നു ജോൺ. Come on! നിനക്ക് വേറെ പണിയൊന്നുമില്ല പെണ്ണെ അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ. ഇന്ന് ഞാനവനെ ട്രാപ്പിലാക്കും, നീ നോക്കിക്കോ. ദേ വന്നല്ലോ നിന്റെ മുതല്. You just wait and watch the show. ഹലോ, എന്താ കുറച്ച് കലിപ്പിലാണല്ലോ? അതെ, കുറച്ച് കലിപ്പിലാണ്. എന്തേ? അപ്പോൾ കലിപ്പ് മാറ്റാൻ നമുക്കൊരു കോഫി കുടിച്ചാലോ, അതോ ഒരു സിനിമയ്ക്ക് പോകണോ? ശരിക്കും ഒന്ന് പോടാ ജോണേ. യെസ്, ഫോർ ഷുവർ. എന്നാ നമുക്കേ ആദ്യം കോഫി പിന്നെ സിനിമയ്ക്ക് പോവാം. എന്തു പറയുന്നു? എന്നാ ഒരു മിനിറ്റേ, ഞാൻ ഇപ്പൊ വരാം. ഡീഡി ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എടി ഭയങ്കരീ. അളിയാ സ്റ്റോക്ക് ഉണ്ടോ? പതുക്കെ പറഞ്ഞ എന്നാ കൊണ്ടുപോക്കോ, അടിച്ച് പൊളിക്കുമുത്തേ. താങ്ക്സ് അളിയോ, ഞാനേ വന്നിട്ട് സെറ്റിൽ ചെയ്യാം. ക്യാഷ് എവിടെടാ? തരാം ബ്രോ, തരാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. ബ്രോ വീട്ടിൽ കുറച്ച് സീനാണ് ബ്രോ,
അപ്പൻ ഇപ്പൊ പൈസ ഒന്നും അയച്ചു തരുന്നില്ല. ഞാൻ എല്ലാം കൂടി പിന്നീട് ഞാൻ തരാം. നീ കുറെ നാളായല്ലോടാ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു. പിന്നെ തരാം. ഇതാടാ എന്റെ കൂടെ ഒരുത്തുണ്ടല്ലോ, അവളോട് പോയിട്ടാ. തോക്ക് മേടിക്കാൻ രണ്ടും കൂടെ ആണല്ലോ വരുന്നത്. ലിയ, ഐ എം ഇൻ ട്രബിൾ. ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ഇനിയും നിനക്കേ കഴിയുള്ളൂ. ജോൺ, എന്നോടൊന്നും തോന്നരുത്. എനിക്ക് നിന്നോടൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എന്താ? ഞാൻ കുറെ ആയിട്ട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണിത്. എന്താ ഒന്ന് പറയൂ. നീ ഒരു ശല്യമായി ഇനി എന്റെ പിന്നാലെ വരരുത്. അത്ര എനിക്ക് പറയാം. How dare you! ഞാൻ നിന്നെ കൊല്ലും. നീ ഒന്ന് പോടാ. നീ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. യൂസ്ലെസ്, മണ്ടൻ, ബുദ്ധിയില്ലാത്തവൻ, ഹോപ്പ്ലെസ്. നിന്നെ എന്തിനു കൊള്ളാടാ? ഭൂമിക്ക് ഭാരമായി. എന്തിനാടാ നീ ഇങ്ങനെ? ഓഹോ, എന്റെ പഠിത്തം, എന്റെ ഫ്യൂച്ചർ എല്ലാം ഞാൻ നശിപ്പിച്ചു. ഞാൻ എന്റെ പപ്പയുടെ അമ്മയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഞാൻ നശിച്ചു. എനിക്കിനി ആരുമില്ല. ഞാനൊരു ലൂസറാണ്. ഐ എം എ യൂസ്ലെസ് മാൻ. ഈ പാവഭാരം, ഓ ലോർഡ്, ഐ cannot take this anymore, Lord. മോഹങ്ങൾക്ക് അടിമപ്പെട്ട് സുഖങ്ങൾ തേടി ഞാനങ്ങ് പോയി. ഇന്നെല്ലാം നഷ്ടമായ, I have lost എല്ലാം. I am alone. I am alone. എനിക്ക് ലോകത്തിൽ ഇനി ആരുമില്ല. ഞാൻ ഇനി ഒറ്റയ്ക്കായി. എനിക്കിനി ഈ നശിച്ച ജീവിതം വേണ്ട. ഞാൻ പോകും. ഒരു ഒളിച്ചോട്ടം. ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടം. ആത്മഹത്യ, സൂയിസൈഡ്. ഞാനിനി സൂയിസൈഡ് ചെയ്യാൻ പോവുക. ഇനി ആത്മഹത്യ മാത്രമുള്ള എന്റെ ജീവിതത്തിൽ ഏക മാർഗം. I'm going to suicide. ജോൺ, അരുതേ അരുതേ എന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ. ഈ പോക്ക് നാശത്തിലേക്കാണെന്ന് ഞാൻ പറഞ്ഞു തന്നതല്ലേ. ജീവിതം തകർന്ന് തരിപ്പണമാകുമെന്ന് നിനക്ക് ഞാൻ വാണിംഗ് തന്നതല്ലേ. മനസ്സേ, പ്രത്യാശ നശിച്ച് നിരാശയിൽ കഴിയുന്ന എന്നെ നീയും കുറ്റപ്പെടുത്തുകയാണോ? ഇല്ല ജോൺ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. നിനക്കിനിയും അവസരമുണ്ട്. സ്നേഹവാനായ യേശുവിൽ നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല ജോൺ, നഷ്ടപ്പെട്ടിട്ടില്ല. അമുടിയനായ പുത്രനെ പോലെ ഞാൻ മടങ്ങി വന്നാൽ ദൈവം എന്നെ സ്വീകരിക്കുമോ? ജോൺ, എന്താണ് വിഷമിച്ചിരിക്കുന്നത്? ദൈവം നിന്നെ സ്നേഹിക്കുന്നു.
ഞാനൊരു പാപിയാണ് ഫേബ. നിങ്ങളോടൊപ്പം ചേരാൻ ഞാൻ യോഗ്യനല്ല. ജോൺ, ജോൺ, നീ വിഷമിക്കില്ലേ? നീ നിന്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കൂ. ദൈവം നിന്നോട് ക്ഷമിക്കും. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശുവിന് കഴിയും. യേശുവിനായി നമ്മുടെ ഹൃദയം സമർപ്പിക്കൂ. അവൻ നമ്മെ രക്ഷിപ്പാൻ മതിയായവൻ. ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി ലോകത്തിൽ കർത്താവിലുള്ള ജീവനുടെ പ്രത്യാശയോടെ ജ്യോതിസുകളായി പ്രകാശിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.